യഹോവ സിയോൻ്റെ പ്രവാസികളെ മുടക്കി വരുത്തപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഞങ്ങളുടെ വായിൽ ചിരിഞ്ഞ് ഞങ്ങളുടെ നാവിൽ ആർപ്പം നിറഞ്ഞിരുന്നു. യഹോവ ഞങ്ങളുടെ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവയെ തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ ഞങ്ങൾ പ്രവാസികളെ മുടക്കി വരുത്തണമേ. വിത്ത് ചുമന്ന കരഞ്ഞും കൊണ്ടുവരുന്നു, കറ്റ ചുമന്ന് മാർത്തും കൊണ്ടുവരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തനായ പിതാവേ, 170 വർഷം മുമ്പ് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഇത് പ്രഥമമായ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം സ്വീകരിച്ച് ജ്ഞാനസ്നാനം കൈക്കൊണ്ടു. ഓരോ വർഷവും കർത്താവെ അദ്ദേഹത്തിൻ്റെ ആ പിതാവിൻ്റെ ഓർമ്മകളെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇന്ന് കർത്താവെ കൈപ്പറ്റെന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. അവിടെ നിന്ന് കല്ലുപ്പാറ പള്ളിയിൽ ചെന്ന് ഞങ്ങൾ അനുസ്മരണ ശുശ്രൂഷ നടത്തുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ ജനങ്ങളുടെ സുഹൃത്തിക്കും നന്മയ്ക്കും വേണ്ടി ഭയപ്പെടാൻ ഇടയാക്കണമേ. ഓരോ വർഷവും ഈ സുദിനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കത് അനുഗ്രഹമായിട്ട് ഭയപ്പെടാൻ ഇടയാക്കണം. ശിഷ്ടാവസരം കൂടിയിരിക്കണം, യാത്രകൾ കൂടിയിരിക്കണം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കൃപകൾക്ക് ആവശ്യമാണ്. യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. സ്തോത്രം. ഇതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമുള്ളവയെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എല്ലാ വർഷവും കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആബേൽ പിതാവിൻ്റെ കർത്താവ് ഓർമ്മയ്ക്കായിട്ടോടെ കടന്നു വരികയും സാക്ഷ്യം പറയുകയും കർത്താവെ പുതുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഈ വർഷവും ഞങ്ങൾക്ക് സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയും മറ്റുള്ള തിരുമേനിമാർ, അച്ഛന്മാർ, വിശ്വാസികളായ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾക്കൊക്കെ കടന്നു വരുവാനിടയായില്ല. അവിടെ യാത്രയുടെ ആരംഭം കൂടി എന്നുള്ള കർത്താവ് ജീവിതയാത്രയിൽ തൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാതൃക കാണിച്ചിട്ട് പോകില്ല. കർത്താവ് മുഖാന്തരം കർത്താവ് കേരള സംസ്ഥാനത്ത് അനേക ആയിരങ്ങളും മറുനാട്ടിലുമായ കർത്താവിൻ്റെ രക്ഷയെ കരസ്ഥമാക്കുവാനും സാക്ഷ്യം പറയുവാനും കർത്താവിലേക്ക് തിരിയുവാനും നിത്യമരണത്തിൻ്റെ കൈപ്പായ വേദന എന്ന കർത്താവ് നിത്യജീവനത്തിലെ മാർഗത്തിലേക്ക് നയിച്ചു വിടുവാൻ സഹായിച്ചതിനായി സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് പഠിപ്പിച്ച ഭവനക്കാരെ ഓർക്കുകയാണ്. ഈ ദേശത്ത് ജീവിച്ചിരുന്ന കർത്താവ് മാതൃകയായി കർത്താവ് കാലത്തിൻ്റെ യവനേക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും ഞങ്ങൾ കാണുമ്പോൾ മാനവും സംസാരിക്കുവാനും ഒരു ദിവസം ഉണ്ടെന്ന് വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കാൻ സ്തോത്രം. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, തിരുസ്ഥാനത്തും കൂടി ഇരിക്കണം. കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഈ റിവൈവൽ ചർച്ചിൻ്റെ ഹോള് ലഭ്യമാകുമായിരുന്നു. പക്ഷേ ഈ വർഷം അവർക്ക് ഏതാണ്ട് ഫങ്ഷനിങ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടത് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കല്ലുപ്പാറ നമ്മുടെ പള്ളിയിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഏറ്റവും അടുത്ത പള്ളി. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളുടെ മുൻഗാമിയായി 170 വർഷം മുമ്പ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവനായി തീർന്ന ഹാവേൽ തിരുമേനിയെ ഓർപ്പാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷവും സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വിശ്രമിക്കുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കേരളത്തിലുള്ള പരിവർത്തിത ക്രൈസ്തവരെ ആകമാനം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം മാർഗീയമായിരുന്ന എൻ്റെ ദാസൻ്റെ ഓർമ്മ ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ തക്കുന്ന ഇടയാക്കണമേ, സഹായിക്കണമേ. വന്ന് ഞാൻ നല്ലവരുടെ മേലും കൃപകളെ അനുഗ്രഹിക്കണം പറഞ്ഞണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ, ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവർക്കും കല്ലുപ്പാറയിലേക്ക് യാത്രയാകാം. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഉദാരകനായിരിക്കുന്ന ആബേൽ പിതാവിനെ ഞങ്ങൾ ഈ സമയത്ത് സ്മരിക്കുകയാണ്. കഴിഞ്ഞ 170 വർഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കല്ലുപ്പാറ ഞങ്ങളുടെ ആംഗ്ലിക്കൻ സഭയിൽ കൂടി വരുവാൻ മുഖാന്തരമൊരുക്കിയ ബന്ധുക്കൾക്കാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അഭിനന്ദ മെത്രാപ്പൊലീത്തയെയും അഭിനന്ദ തിരുമേനിമാരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 1854 ജ്ഞാനസ്നാനം സ്വീകരിച്ച പിതാവിനെ ഞങ്ങൾ സ്മരിക്കുകയാണ്. കർത്താവെ, നല്ല രീതികളെ പിൻപറ്റുവാനും കേരള ക്രൈസ്തവ സമൂഹത്തിൽ ഞങ്ങൾക്കും കർത്താവിനെ കണ്ടെത്തി ജീവിപ്പാനുള്ള മുഖാന്തരം ഒരുക്കിയ ബന്ധുക്കൾക്കാട് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ ആദ്യ അവസാനം വരെ ദൈവത്തിന്റെ മാറാത്ത കാലിൽ സാന്നിധ്യമുണ്ടായിരുന്നു. അനുഗ്രഹിക്കുകയും നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിന്റെ ചോദിക്കുന്നു, കേൾക്കുമാറാവണമേ. CMSYF, AYFI, പിന്നെ YF, ഇങ്ങനെ പല പേരുകളിൽ ആയിരുന്നു നമ്മൾ പലയിടത്തും യൂത്ത് ഫെലോഷിപ്പിനെ കുറിച്ചുകൊണ്ടിരുന്നത്. അതിനെല്ലാം കൂടെ ചേർത്ത് ആംഗ്ലിക്കൻ യൂത്ത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ പേരിൽ AYF എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ച്, അന്ന് ഞാൻ അതിൻ്റെ ഡയറക്ടറായിരുന്നു.
അന്നാണ് തീരുമാനം എടുക്കുന്നത് സെപ്റ്റംബർ 6 തൊട്ട് പരിവർത്തന യാത്ര, ആ പേര് ഞാൻ ഇട്ടതാണ്, പരിവർത്തന യാത്ര. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഒരു ദൈവനിയോഗം ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു യാത്രയുടെ കാരണം വരാൻ കാരണം മാരാമൺ ഭദ്രാസനക്കാർ അതിനു മുമ്പ് തലേവർഷം ഇവിടെ നിന്ന് മാരാമൺ ഭദ്രാസനക്കാർ മാത്രം യുവജനങ്ങൾ അപ്രകാരം യാത്ര നടത്തി. അതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത വർഷം 2009 സഭയിലെ എല്ലാ പ്രാദേശിക സഭകളും അറിയിച്ചുകൊണ്ട് ഒരു വലിയ യാത്ര, പരിവർത്തന യാത്ര, ഹാവേൽ പിതാവിന്റെ കബറിങ്കൽ തൊട്ട് കുറിച്ചി വരെ. അന്ന് രാവിലെ തുടങ്ങിയത് വൈകുന്നേരം രാത്രിയാണ് അന്ന് അവസാനിച്ചത്. കുറിച്ചി വന്ന് കയറുമ്പോൾ 9:30 ആയി. അന്നും അവിടെ ആൾക്കാരുണ്ട്. എന്തിനാണ് നമ്മളത് ചെയ്തത്? എന്താണ് അതിന്റെ മഹത്വം? അല്ല, അതിൻ്റെ എന്താണ് പ്രത്യേകത? നടത്തിയവരെ നമ്മൾ ഓർക്കണം. ഹാവേൽ പിതാവിന്റെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള എല്ലാ ജനങ്ങളും, നമ്മുടെ ജനങ്ങൾ മാത്രമല്ല എല്ലാ ജനങ്ങളും, മറ്റു മതങ്ങൾ വിശ്വസിക്കുന്ന കാലത്ത്, നമ്മുടെ ജനങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ദുരിതം അനുഭവിക്കുന്ന കാലത്ത് ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ ഞാൻ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം ഏറ്റ ദിവസമാണ് സെപ്റ്റംബർ 6. അന്ന് അപ്രകാരം ഒരു ധൈര്യമായുള്ള നിലപാട് ഒരു വ്യക്തി എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ബുദ്ധമത ആലയത്തിന്റെയോ ചുറ്റുപാടുകളൊക്കെ നമ്മൾ ജീവിച്ചേനെ. ഒരുപക്ഷെ ക്ഷേത്രത്തിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നേനെ. നമ്മൾ പണിത ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം. അത് ഉറപ്പിച്ചു പറയുകയാണ്. ഓരോ ക്ഷേത്രത്തിന്റെ ചരിത്രം എടുത്ത് പഠിച്ചാലും കേരളത്തിലെ ചേർമരും സാമ്പവരും സിദ്ധമരും പണിത ക്ഷേത്രങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ. ആ ക്ഷേത്രത്തിൽ നിന്നും നമ്മളെ പടിക്ക് പുറത്ത് നിർത്തി അവിടുന്നാണ് പിടിച്ച് ഇവിടെ കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇരുത്തിയിരിക്കുന്നത്. അതിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് കൈപ്പറ്റ ഹാവേൽ പിതാവ്. അതുകൊണ്ടാണ് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ആ സമയത്തും അടിമ ഹാവേൽ എന്നാണ് CSI വിളിച്ചിരുന്നത്. അടിമ ഹാവേൽ. ആ അടിമ ഹാവേലിനെ ആംഗ്ലിക്കൻ യൂത്ത് ഫെലോഷിപ്പ് ഓരോ വർഷവും സെപ്റ്റംബർ 6 പരിവർത്തന യാത്ര നടത്തി ഇന്ന് മഹാത്മാ ഹാവേൽ എന്ന് വിളിപ്പിക്കുന്നു. ഇതാണ് ആംഗ്ലിക്കൻ യുവജനത്തിന്റെ ശക്തി. ചില വർഷങ്ങളിൽ നമുക്ക് കുറഞ്ഞ ആളുകളെ കാണുള്ളൂ, ചില വർഷങ്ങളിൽ കൂടുതൽ ആളുകൾ കാണും. എന്നാലും മുടങ്ങാതെ 2009 AYF ഡയറക്ടർ എന്ന നിലയിൽ ഇതിന് തുടക്കം കുറിച്ചെങ്കിലും പിന്നീട് പല സമയങ്ങളിൽ എനിക്ക് ഈ യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നൊരു നിമിത്തം എന്ന നിലയിൽ 170-ാം വർഷം ആചരിക്കുമ്പോൾ ഒരു നിമിത്തം എന്ന നിലയിൽ ഇതിന്റെ ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചു. യൂത്ത് ഫെലോഷിപ്പ് എല്ലാ വർഷങ്ങളിലും മുടങ്ങാതെ ആരാ എന്റെ സാരഥിയായിരിക്കുന്നു, ആരാ എന്റെ ഡയറക്ടറായിരിക്കുന്നു എന്നുള്ളത് നോക്കാതെ ഏത് പിളർപ്പുകളോ പ്രശ്നങ്ങളോ മാറി നിന്ന സമയങ്ങളിലും എല്ലാ വിഭാഗങ്ങളും ആ റാലികൾ നടത്തി വിജയിപ്പിച്ചു. ഇന്ന് നമ്മൾ സാക്ഷിയായിട്ട് നിൽക്കുന്നിവിടെ. മുന്നോട്ട് ഇതിലും ശക്തിയായിട്ട് നാം മുന്നോട്ട് പോകണം. അടുത്ത വർഷങ്ങളിൽ ആ മഹാത്മാ ഹാവേലിനെ വിശുദ്ധ ഹാവേൽ നമ്മൾ വിളിപ്പിക്കണം. മറ്റുള്ളവരെ കൊണ്ട് വിശുദ്ധ ഹാവേൽ എന്ന് വിളിപ്പിക്കണം. ആംഗ്ലിക്കൻ സഭ നിലനിൽക്കുന്നത് ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു വിറ്റ്നസ്സാണ്, സാക്ഷിയാണ്. ആ സാക്ഷ്യം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ വിശുദ്ധ ഹാവേൽ വിജയിച്ചു എന്ന് നമ്മൾക്ക് പറയാം. അദ്ദേഹത്തിന്റെ പ്രവൃത്തി ദൈവം നോക്കണം. നമ്മൾ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോ വ്യക്തികളെയാണ് ദൈവം വിളിച്ചത്. ഓരോ വ്യക്തികളെ, നോഹ, അബ്രഹാം, മോശ, ഇങ്ങനെ ഓരോ വ്യക്തികളെയാണ് ദൈവം വിളിച്ചത്. ആ വ്യക്തികളിൽ നിന്നാണ് പിന്നീട് ഒരു സമൂഹം ഉണ്ടായി വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഹാവേൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മുന്നോട്ട് വിളിച്ചു. ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, യുവജനങ്ങൾ കൂടെ ചിന്തിക്കണം, എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്ന് നമ്മൾക്ക് ഒരു അച്ഛനാകാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഒരു ഉപദേശിയാകാൻ പറഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്, സഭയുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്രകാരം നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളെയും എതിർത്തുകൊണ്ട്
പലരും പിന്നോട്ട് പറഞ്ഞു കാണുമല്ലോ, നിങ്ങൾ എന്തിനാ പോയി ക്രിസ്ത്യാനിയാകുന്നത്? നമ്മളെല്ലാവരും ഒരു ഗ്രാമത്തിലെ ഹിന്ദുക്കളായിട്ട് താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധമതക്കാരായിട്ട് താമസിക്കും, എന്തിനാണ് നിങ്ങൾ മാത്രം പോയി ക്രിസ്ത്യാനികളാകുന്നത്? അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞാൻ ഒരു ചൂട് മുന്നോട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ 10,000-ങ്ങളും ലക്ഷങ്ങളോ ആണ് വർഷങ്ങൾക്ക് ശേഷം ആ ചൂട് വെച്ച് പോകുന്നതെന്നുള്ള കാഴ്ചപ്പാട് അത് ദൈവം നൽകി. ഇവിടേക്ക് അച്ഛന്മാർക്കും ഉപദേശിമാർക്കും യുവജനങ്ങൾക്കും സഭാപ്രവർത്തകർക്കും ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. കാലെടുത്ത് മുന്നോട്ട് വെക്കണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ഒരുപക്ഷെ 3-4 തലമുറകൾ കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഉണ്ടാകുക. ദൈവം നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് നൽകുന്നുണ്ടെങ്കിൽ ഹാബേൽ പിതാവിനെ പോലെ ധൈര്യപൂർവ്വം സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയിട്ട് ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും, ആരെത്ര എതിർത്തെന്ന് പറഞ്ഞാലും, സമൂഹം മൊത്തം എതിർത്തെന്ന് പറഞ്ഞാലും, ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ദൈവത്തിന് മുമ്പാകെ നിൽക്കുക, ദൈവത്തിന് മുമ്പാകെ നടക്കുക. ദൈവം കാത്തുകൊള്ളും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിവർത്തനത്തിൻ്റെ 170ാമത് വാർഷികം ആചരിക്കുമ്പോൾ ഇതിന് നിതാന്തമായിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇവിടെ കൊച്ചു തിരുമേനി ഒരു പ്രഭാഷണം നടത്തി. അത് കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു എന്നുള്ള ആ നിർദ്ദേശവും അദ്ദേഹം അതിനെപ്പറ്റി നേതൃത്വം കൊടുത്ത് നടത്തപ്പെട്ടതായിരിക്കുന്ന ആ സന്ദേശയാത്രയെപ്പറ്റി കന്നു അത് പുതുക്കാനാണ്. ഞാനിത് 3ാമത്തെ വർഷമാണ് തുടർച്ചയായിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്, സുഹൃത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഞാൻ വന്നതിനേക്കാൾ കൂടുതൽ പുരോഗതിയുണ്ട്. തിരുമേനി പറഞ്ഞ പോലെ ആൾക്കാർ കൂടുതലുണ്ട്, ക്രമീകരണങ്ങൾ കൂടുതലായിട്ട് നടത്തപ്പെടുന്നു. ഇനിയുള്ള വർഷങ്ങളിൽ ഇത് ഏറ്റെടുത്ത് നടത്തപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസികൾക്കും നമ്മുടെ സമൂഹങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കൊടുക്കുന്നു. നമ്മുടെ കഴിഞ്ഞ കാല പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നതിലുപരിയായിട്ട് സത്യവഴിയിലേക്ക് കടന്നു വരുവാൻ തൻ്റെ ഹൃദയം കൊടുത്ത് ധൈര്യപ്പെട്ട ആ കുടുംബത്തിനും അദ്ദേഹത്തിനുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് പുതിയ ഉണർവും ഉന്മേഷവും ഐക്യതയും ഉണ്ടാക്കിയത് വിശുദ്ധ ഹാബേൽ പിതാവിൻ്റെ ജ്ഞാനസ്നാനമാണ്. ഇദ്ദേഹം ഇവിടെ അനേകം നവോത്ഥാന നായകന്മാരും നേതാക്കന്മാരുമുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെയായിട്ട് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി നായകന്മാരെ കുറിച്ചുള്ള വലിയ പ്രസ്താവനകളും പത്രവാർത്തകളും ഒക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ 170ാം വർഷവും അയ്യങ്കാളിയുടെ 170ാം ജന്മദിനവുമൊക്കെയാണ് ആചരിച്ചത്. എന്നാൽ പരിവർത്തന ക്രിസ്ത്യാനികളുടെ സ്നാനപിതാവായിരിക്കുന്ന ഹാബേൽ ജ്ഞാനസ്നാനം കഴിഞ്ഞിട്ട് 170 വർഷം, 1754 സെപ്റ്റംബർ 6-ാം തീയതി. നമ്മുടെ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാക്കിയത് ഈ നവോത്ഥാനനായകന്മാരാരുമല്ല, വിശുദ്ധ കൈപ്പറ്റ ഹാബേൽ പിതാവ് അല്ലെങ്കിൽ തിരുമേനിയാണ്. ആ ഓർമ്മയെ ഇന്ന് നമുക്ക് പുതുക്കുവാനായിട്ടുള്ള ഒരു സന്ദർഭം ലഭിച്ചു. വിവിധമായ പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടെങ്കിലും എനിക്ക് നമ്മുടെ കൈപ്പറ്റ ഹാബേൽ പിതാവിൻ്റെ കബറിടം നമ്മൾ കണ്ടിരിക്കുന്ന മുല്ലപ്പള്ളിയിൽ കൈപ്പറ്റായി അതിന് അടുത്ത് തന്നെ ഒരു സ്ഥലം നമുക്ക് ലഭ്യമാകുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മറ്റെവിടെയും പോകേണ്ട, അവിടെ തന്നെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുവാനായിട്ട് കഴിയും. അത് ദൈവം നമുക്ക് സാധിപ്പിച്ചു തരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ആ പിതാവിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മെത്രാപ്പൊലീത്ത മോസ്റ്റർ ഡോക്ടർ സ്റ്റീഫൻ ഇടപാർ തിരുമേനി, കോയമ്പത്തൂർ ബിഷപ്പ് ഡോക്ടർ റെയിൻഹാൾ ചന്ദ്രശേഖർ തിരുമേനി, ജോർജ് ആറ്റിങ്ങൽ തിരുമേനി, ഏതാനും ദിവസങ്ങൾ നമ്മളോടൊപ്പം ചിലവഴിക്കുന്ന ഡോക്ടർ സ്റ്റെഫാനസ് തിരുമേനി, തോമസ് മാവുങ്കൽ തിരുമേനി, സീനിയർ ജൂനിയർ വൈദിക ശ്രേഷ്ഠരെ, സഭാപ്രവർത്തകരെ, സഭാവിശ്വാസികളെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയാണ്.
ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. എല്ലാ വർഷവും സെപ്റ്റംബർ 6 കൈപ്പറ്റ ഹാബിൽ പിതാവിന്റെ 170ാമത്തെ ജ്ഞാനസ്നാന വർഷമാണ്. സ്വാഭാവികമായിട്ടും ഞാൻ തിരുമേനിയുടെ ഒരു പത്രവാർത്ത 2003 സെപ്റ്റംബർ മാസം 6-ാം തീയതി മംഗളം പത്രത്തിൽ വന്ന ഒരു പേപ്പർ കട്ടിങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഹാബിൽ പിതാവിനെ CSI സഭയോ മറ്റിതര സഭകളോ സമൂഹമോ ഇതേ ഒരു ശ്രേഷ്ഠനാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. ആ പേപ്പർ കട്ടിങ് ഞാൻ വായിച്ചപ്പോൾ 2003 സെപ്റ്റംബർ 6 അദ്ദേഹത്തെ ദൈവപ്രസാദം ലഭിച്ച ശ്രേഷ്ഠ ഇടയനെന്ന വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അഭിയന്തര തിരുമേനി. ആ പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിലുണ്ട് 21 വർഷം മുൻപ്. അതിനുശേഷം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അത് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും തുടങ്ങി. 1816 ജനിച്ച ദൈവത്താൻ എന്ന പിന്നീട് വന്ന ഹാബിൽ പിതാവ് 1854 38ാമത്തെ വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് ഭവനം ഉൾപ്പെടെ 8 പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ 1854 ശേഷം കുറെ വർഷങ്ങൾ 25 വർഷത്തോളം ഒരു ഗ്രൂപ്പ് ഇവാഞ്ചലിസ്റ്റിന്റെ പ്രവർത്തനത്തിൽ സുവിശേഷകനായി പ്രവർത്തിച്ചു. അതൊക്കെയും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും പ്രത്യേകിച്ച് നമുക്കും ഒരു വഴിത്തിരിവിന്റെ നവോത്ഥാനത്തിന്റെ വിത്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായത്. അതുപോലെ കൽക്കട്ടയിലെ ആർച്ച് ബിഷപ്പ് മെട്രോപൊളിറ്റനുമായിരുന്ന ഡോക്ടർ ഡാനിയൽ വിൽസൺ തിരുമേനിയുടെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ അതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തനത്തിൽ ഇവിടെ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് യഥാർത്ഥമായ സുവിശേഷം എത്തുന്നില്ല. ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ബന്ധം, CMSുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഡാനിയൽ വിൽസൺ മെട്രോപൊളിറ്റൻ തിരുമേനി തീരുമാനിച്ചു. ഇനി കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് സുവിശേഷം എത്തണം. അതിനുവേണ്ടി ഹാബിൽ പിതാവിനെയും അനന്തരഗാമികളെയും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് നയിക്കുവാനുള്ള സാഹചര്യങ്ങളും വഴികളും ഒരുക്കി. അത് മുഖാന്തരമാണ് 1799 ഇംഗ്ലണ്ടിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആരംഭിച്ചു. 1899 ആണ് ഹാബിൽ പിതാവ് ആരംഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെയും ഇന്നത്തെ കാണുന്ന പ്രവർത്തനങ്ങൾക്ക് ഒക്കെയും തീർച്ചയായിട്ടും നമുക്ക് ഒരു വഴികാട്ടിയായി തീർന്ന ഹാബിൽ പിതാവിന്റെ പരിവർത്തനത്തിന്റെ ശബ്ദമാണ്. ഹാബിൽ എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ ശബ്ദവും പരിവർത്തനവും ഇടയൻ എന്നുള്ള വാക്കാണ് അതിന്റെ അർത്ഥങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ശബ്ദമായി മാറണം, പരിവർത്തനമായി മാറണം, ഒരു ഇടയന്റെ ദൗത്യം നാം ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഈ 170ാമത്തെ വർഷം നാം ഈ ജ്ഞാനസ്നാനത്തിന്റെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് പുത്തൻ ഉണർവുകൾ പകർന്നുകൊണ്ട് പുതിയ ചിന്തയിലൂടെ സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലൂടെ സമൂഹത്തെ നേരായും സത്യമായിട്ടുള്ള മാർഗത്തിലൂടെ നയിക്കാനുള്ള ഉത്തരവാദിത്വം ഈ തലമുറകൾക്കുണ്ട്. അത് മാത്രമാണ് വിജയത്തിലേക്ക് നമ്മയിലേക്ക് നയിക്കുന്നത്. എനിക്ക് അവസരം തന്ന തിരുവയോട് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ആ ക്രൈസ്തവ പാതയിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവർക്ക് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും വന്ദനം. So I greet you, all of you from Anglican Church of India, Coimbatore, all our bishops and clergy. I greet our wonderful Metropolitan Ayya, Srinvatapara, and our Archbishop Stephen from USA, all our bishops and clergy and pastors, all our church members. It's a great day for us. Really, I encourage and congratulate, I appreciate our Bishop Stephen. He took the effort for this 2009. You remember all this day, our forefather Abel Kaipata. So it's the day of the baptism, day of 170 years. So it is all remember one. நம்முடைய முற்பிதாக்கள் நமக்காக பட்ட பாடுகளை பிரயாசங்களை we have to remember. That's why God called for that purpose. Because of our forefather Abel Kaipata, we are all here. Through him, we are all accepted Jesus Christ as a savior in our life. That's why
Paul says in the Bible, 1 Timothy chapter 6, verse number 12 says, fight the good fight of faith. So, விசுவாசத்தின் நல்ல போராட்டத்தை போராடு, நித்திய ஜீவனை பற்றிக்கொள். அதற்காகவே நீ அழைக்கப்பட்டாய். அநேக சாட்சிகளுக்கு முன்பாகவும் நல்ல அறிக்கை பண்ணிருமாய் இருப்பாய். So, விசுவாசத்தின் நல்ல போராட்டத்தை போராட வேண்டும். So, fight the good fight of faith. And that is our life of our forefather Abel Kaipata. So 1854 September 6th, he accepted Jesus Christ among all his persecutions and neglected by society, but he was strong in the spirit. He was strong faith of God. He accepted Jesus and took the baptism of glory of God. That's why God established the Anglican Church of India, not only Kerala, all over the world. Amen. That's why I congratulations. I greet all of you. Thank you for this wonderful our father Kaipata Abel. So we remember him. In this day, God gave me opportunity to come and greet him and remember this day. For us, we are all our congregation from Coimbatore all over India. We remember the Anglican Church of India. Those who are watching this media, I appreciate you. This is the day we are celebrating of our forefather Kaipata Abel's baptism day. God bless you all. Amen. കൈപ്പറ്റ ഹവേൽ തിരുമേനിയുടെ ഓർമ്മ പുതുക്കാനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടതാണ്. 1816 മിഷണറിമാർ CMS മിഷണറിമാർ കേരളത്തിൽ വന്നത്. ഇവിടെ ഒരു ക്രൈസ്തവ സഭ ഉണ്ടെന്ന് നമ്മൾ അവർക്ക് വിസ്മയകരമായ ഒരു കാര്യമായിരുന്നു. എങ്കിലും ഓർത്തഡോക്സ് സഭയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രവർത്തിച്ചു. 1836 വരെ ആ ബന്ധം തുടർന്നു. 1816 മുതൽ അവർ പ്രവർത്തിച്ചു. ആ 20 വർഷം കൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം, വേദപുസ്തക വിശ്വാസം, അതിൽ തുറച്ചു വേണം സഭ മുന്നോട്ട് പോകുവാൻ എന്ന് അവരെ നിർബന്ധം പിടിച്ചു. ഓർത്തഡോക്സുകാർ ഞങ്ങളുടെ രീതികളിലൊന്നും മാറ്റം വരുത്താൻ പോകുന്നില്ല. ഞങ്ങളുടെ പള്ളിയിൽ വെച്ചിരിക്കുന്ന ബിംബം ഞങ്ങൾ മാറ്റുകയില്ല, ഞങ്ങളുടെ സമ്പ്രദായങ്ങൾ മാറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചതൊക്കെ ഇരിക്കട്ടെ. അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാവേലിക്കരയിൽ വെച്ച് 1936 ഒരു ചർച്ചാ സമ്മേളനം നടന്നു. 1936 മാവേലിക്കരയിൽ വെച്ച്. അവിടെ വെച്ച് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ക്രൈസ്തവ നവോത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അതൊന്നും അവർ കേട്ടില്ല. എന്നാൽ നമുക്ക് പിരിയാം. അങ്ങനെ ആ പിരിഞ്ഞപ്പോഴും അവരുടെ മര്യാദ അനുസരിച്ച് അവർ 8000 രൂപ ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകി. അത്രയും പണം ഒന്നിച്ച് കിട്ടിക്കുമ്പോൾ 8 കോടി രൂപയുടെ മൂല്യമുണ്ട് അന്നത്തെ. അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഗ്രൂപ്പിസം ഉണ്ടായി. ആ തുകയെ ചൊല്ലി കേസുണ്ടായി. കേരളത്തിൽ വട്ടിപ്പണ കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉത്ഭവിച്ചു. ദീർഘനാൾ ആ കേസ് നടന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വരെ, KM മുൻഷി വരെ വന്ന് വാദിച്ചു. അതൊടുവിൽ രമ്യതയായെന്ന് തോന്നുന്നു. പഴയ ആളുകൾക്കറിയാം വട്ടിപ്പണ കേസെന്ന് കുറേ ദിവസവും ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ പിരിയും. മുമ്പേ തിരുമേനി സൂചിപ്പിച്ചതുപോലെ കൽക്കട്ടയിലെ ഡാനിയൽ വിൽസൺ എന്ന് പറയുന്ന മെത്രാപ്പൊലീത്തയാണ് ഇന്ത്യയിലെ ആംഗ്ലിക്കൻ സഭകളെ നിയന്ത്രിക്കുന്നത്. ഇവരങ്ങോട്ട് ചോദിച്ചു, ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, എന്താ ചെയ്യണ്ടോ? ഓർത്തഡോക്സുകാർ വേണമെന്ന് പറഞ്ഞു. യു ടേൺ ടു ദ ഹീതൻസ്, ജാതികളിലേക്ക് തിരിയുക എന്നാണ് മെത്രാപ്പൊലീത്ത അവരോട് പറയുന്നത്. ആ ദൗത്യം ഏൽപ്പിച്ചത് 2 പേരെയാണ്. ഒന്ന് വിദേശ മിഷണറിയായ ജോൺ ഫോക്സ്വർത്ത്, 2 മലയാളിയായ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വൈദികൻ ജോർജ് മാത്തൻ, മെല്ലപ്പള്ളിക്കാരൻ. ഇവര് ജാതികളിലേക്ക് തിരിഞ്ഞു പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു ഫലവുമില്ല.
36 മുതൽ 18 വർഷം 28 വർഷം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഈ കൈപ്പറ്റ ദൈവത്താൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഉൾപ്പെടുന്ന 8 പേര് അവര് ജ്ഞാനസ്നാനം കൈക്കൊണ്ടത്. അതിനെ തുടർന്ന് ആണ് ചേലക്കുമ്പിൽ എഴുമറ്റൂരിൽ നിന്നും വന്ന വാർത്ത സ്തേഫാനോസ് ക്രൈസ്തവനായി. അത് നവംബർ മാസത്തിലായിരുന്നു. ഈ 2 പേരും 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് മധ്യതിരുവിതാംകൂറിന്റെ പ്രദേശങ്ങളിലേക്ക് ക്രൈസ്തവ സഭയെ വ്യാപിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു. അനേകായിരങ്ങൾ ആ പുതിയ വിശ്വാസത്തിലേക്ക് വന്നു. ഒരു സഭ കുറേയേറെ വളർന്നപ്പോൾ അതൊരു മഹായിടവയ ഡയോസിസ് ആയിട്ട് രൂപീകരിക്കണം എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ 1879 ഡയോസിസ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ എന്നുള്ള മഹായിടവക, അതായത് ഇന്ത്യയിലെ ആംഗ്ലിക്കൻ സഭയുടെ 4ാമത്തെ ഡയോസിസ് ആയിട്ട് തിരുവിതാംകൂർ കൊച്ചി മഹായിടവക രൂപീകൃതമായി. ആദ്യകാലത്ത് വിദേശ മിഷണറിമാരായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. സ്പീച്ചിലി, ഹോഡ്ജസ്, ഗില്ല്, മോറ്, കോർഫീൽഡ് അതെല്ലാം സഭാചരിത്രത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കോർഫീൽഡിൻ്റെ കാലം കഴിഞ്ഞു. അത് ഓർത്തഡോക്സുകാർ നോക്കിക്കൊണ്ടിരിക്കുക ഈ സഭയുടെ പുതിയ സഭയുടെ വളർച്ച. അത് നോക്കിയപ്പോൾ അവിടെ സ്ഥലം മേടിക്കുന്നു, ഇവിടെ സ്ഥലം മേടിക്കുന്നു, പലയിടത്തും 100 ഏക്കർ, 50 ഏക്കർ, 200 ഏക്കർ, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥലമെല്ലാം വാങ്ങി വെച്ചു കൂട്ടുന്നു. ഒരു വലിയൊരു സമ്പത്താണ് അവർ കണ്ടത്. അപ്പോൾ ഓർത്തഡോക്സിലെ ഒരു വിഭാഗം ആൾക്കാർ ഈ സമ്പത്തിലാക്കാക്കി ഈ സഭയിലേക്ക് നുഴഞ്ഞു കയറി. അവരുടെ ബുദ്ധിപരമായുള്ള സാമർഥ്യം, പ്രായോഗിക ബുദ്ധി അവർക്ക് ധാരാളമുണ്ട്, വക്ര ബുദ്ധി അവർക്കുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഈ മഹാനരുടെ തലപ്പത്ത് സ്ഥാനത്ത് അവരെത്തി. അതേസമയം മിഷന്മാർ സമ്പാദിച്ച സ്ഥലങ്ങളിൽ ഒരു ജാതിക്ക് കിട്ടാത്ത തരത്തിൽ ഒരു ഉദാഹരണം നമുക്ക് ചേർക്കുമ്പോൾ നടക്കാം. അവിടെ മിഷൻപേരുടെ എല്ലാം കൂട്ടിയ 50 ഏക്കറുണ്ട്. അങ്ങനെ ക്രൈസ്തവരായി തീർന്നവരെ പുനരധിവസിപ്പിച്ചു മിഷണറിമാർ അനേക സ്ഥലങ്ങളിൽ. തിരുവല്ലായിൽ കണ്ണായ സ്ഥലത്ത് തന്നെ കോഴഞ്ചേരിക്കുള്ള റൂട്ടിന് 2 വശത്തും ചെങ്ങന്നൂരുള്ള റൂട്ടിന് 2 വശത്തും നമ്മുടെ ആൾക്കാരുടെ വസ്തുക്കൾ സ്വത്തുക്കളായിരുന്നു. എല്ലാം അടുത്തടുത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി തമ്മിലടിച്ച് വിറ്റ് തുളച്ച് ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് വലിഞ്ഞു. കോട്ടയത്തെ ശാസ്ത്രി റോഡെന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന 62-65 കാലഘട്ടങ്ങളിൽ അവിടെയെല്ലാം നമ്മുടെ ആൾക്കാരുടെ കുടിലുകളായിരുന്നു കോട്ടയം നഗരം. പക്ഷേ അതെല്ലാം 500 രൂപ കൊടുത്ത് ഓരോരുത്തരെ കൊടുത്ത് പാക്ക് ചെയ്തു. അതിന് മുൻകൈ എടുത്തത് നമ്മുടെ തന്നെ സമുദായത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു. അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്ന ദ്രോഹമാണ്, ഇത് കണ്ണായ സ്ഥലമാണ്, ഇതിലിട്ട് 500 രൂപയ്ക്ക് ആകുമ്പോൾ സ്ഥലമല്ല ഇത് നിങ്ങൾ 500 കൊടുത്ത് ഈ ആൾക്കാരെ എല്ലാം അയച്ചേച്ച് ഇത് CSIയുടെ കയ്യിലോട്ട് കേൾപ്പിക്കാം. CSI സഭാഗത്ത് നിർത്തി ആദ്യം ശാസ്ത്രിയോടുള്ള സ്ഥലം കിട്ടിയപ്പോൾ തന്നെ കോടികളാണ് കിട്ടിയത്. അങ്ങനെ ബാക്കി ഓരോ സ്ഥലവും കൊടുത്തു അവരുടെ കെട്ടിടങ്ങളുണ്ടാക്കി റവന്യൂ വരുത്തുക, വസ്തുസ്വത്തുക്കൾ സമ്പാദിക്കുക, അവർ സമ്പാദിക്കുക. അതേസമയം നമ്മളെല്ലാം സ്വർഗത്തിൽ നിക്ഷേപിച്ചു സ്വർഗത്തിൻ്റെ ഒറ്റ കാര്യം മാത്രം മതി, ഭൂമിയിലൊന്നും വേണ്ട എന്നുള്ള ചിന്താഗതിയിൽ അലസത ഭാവിച്ചത് കൊണ്ട് നമ്മളതെല്ലാം നഷ്ടപ്പെട്ടു. തിരുവല്ലായ സ്ഥലം പോലും റോഡ് സൈഡിലുണ്ടായിരുന്ന സ്ഥലം എല്ലാം വിറ്റ് തെളിച്ചു. ചെങ്ങന്നൂരിലേക്കുള്ള തോരശ്ശേരി ആ ഭാഗത്തുള്ള സ്ഥലവും ഇതുപോലെ വിറ്റ് നശിപ്പിച്ചു. അങ്ങനെ ദൈവം തന്നത് തിരിച്ച് സാത്താൻ കൊടുത്ത അനുഭവമാണ് നമ്മുടെ സമൂഹത്തിനുണ്ടായത്. CSI മധ്യകേരളത്തിൽ 80% ആൾക്കാർ നമ്മുടെ ആൾക്കാരായിരുന്നു. 20% പേരാണ് സവർണ ക്രൈസ്തവർ. 20% തന്നെ ഇല്ല, അതിൽ കുറച്ച് മലഹരയന്മാരായിരുന്നു.
അപ്പോൾ ആ 20% ബുദ്ധിപരമായിട്ടുള്ള വളർച്ച കൊണ്ടും ബുദ്ധിപരമായിട്ടുള്ള തന്ത്രപരമായ നീക്കം കൊണ്ടും സർവ്വതും അവരുടെ പക്കലാണ്. അപ്പം അങ്ങനെ ദൈവത്തെ മുതലുകൊണ്ട് സ്വന്തം സഹോദരങ്ങളെ അനുവേണ്ടി സ്നേഹിക്കാത്തതുകൊണ്ട് ആണ് ഈ നഷ്ടങ്ങളെല്ലാം സംഭവിച്ചത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സഭ ആംഗ്ലിക്കൻ സഭ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ് വലിയ തിരുമേനി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. അങ്ങനെ ഇന്റർനാഷണൽ കൗൺസിൽ ട്രസ്റ്റിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വേദപുസ്തക വിശ്വാസമെന്ന നിലയിൽ കീർത്തനം അനുഭവിക്കുന്നു നമ്മളെ സഹായിക്കാനായിട്ട് നാമത്തിൽ വന്നു. അങ്ങനെയാണ് നമ്മുടെ സഭ പുനരാവർത്തിക്കുന്നത്. എബിറ്റഹാബിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്ന അയിരൂര് പപ്പ വികാരിയായിരിക്കുമ്പോഴാണ്. അന്ന് ഇങ്ങനെ ഒരു അടിമ ക്രൈസ്തവനായി തീർന്നു. അതിൻ്റെ 100ാമത് വാർഷികമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, 70 വർഷം മുമ്പാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ 80 കഴിഞ്ഞു. അപ്പോൾ 10 വയസ്സുള്ള ആ സന്ദർഭത്തിൽ പന്തലൊക്കെ ഇട്ടൊരു സമ്മേളനം നടത്തി. എൻ്റെ പ്രായമായപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു, ആ കാലഘട്ടത്തെക്കുറിച്ച്. അതായത് ഞാൻ സഭാചരിത്രത്തിൻ്റെ 1ാം ഭാഗത്ത് ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാബേലിൻ്റെ ആ കൺവേർഷൻ, ആ മതപരിവർത്തനം, അത് അതിൻ്റെ വിശദീകരണം ഞാൻ 1ാം ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെയുള്ള നമ്മുടെ ഓരോ സമൂഹത്തിൻ്റെ വളർച്ചയിലും നമ്മുടെ ആംഗ്ലിക്കൻ സഭ നമ്മുടേതായിട്ടുള്ള മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പട്ടികജാതിക്കാരുടെ വകുപ്പ് മന്ത്രി കേളു കോട്ടയത്ത് വന്ന് കോർപ്പറേഷൻ്റെ പദ്ധതികൾക്ക് ആനുകൂല്യങ്ങൾക്ക് വിതരണം ചെയ്തു. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. ലോൺ എടുത്തോ കടം തിരികെ കൊടുത്തോ എഴുതി തള്ളി. ഇതിനെല്ലാം നമ്മുടെ മഹാടവയാണ് കാരണം. അതിന് മുൻപേ എടുക്കേണ്ടക്കണം ദൈവം ഒരു ആലോചന തന്നു. 5 മുഖ്യമന്ത്രിമാരുടെ പക്കൽ ഞാൻ നേതൃത്വം ഒടുവിൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേനാണ് അത് പ്രഖ്യാപിച്ചത് കോർപ്പറേഷൻ. അത് കോട്ടയം തിരുവക്കര മൈതാനത്ത് കരുണാകരൻ സ്വീകരണം. കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി പ്രശ്നം കാരണം കരുണാകരൻ്റെ കോട്ടയത്ത് ഒരു പ്രാബല്യം ഇല്ലാതിരിക്കുകയാണ്. അവിടെ ഉമ്മൻചാണ്ടിയാണ്. വേറെ ഒരു ലീഡറിനെ കോട്ടയക്കാർ വളർത്തിയെടുത്തിട്ടില്ല, മറ്റാരെ കൊണ്ട് സമ്മതിക്കുകയുമില്ല. മുഖ്യമന്ത്രിയായിട്ട് പോലും കരുണാകരൻ അവസരം കൊടുത്തില്ല. അവിടെ നമ്മൾ കരുണാകരൻ സ്വീകരണം കൊടുത്തു. കെ ബാലകൃഷ്ണൻ മന്ത്രിയാണ്, അദ്ദേഹം മന്ത്രി. ബാലകൃഷ്ണനോട് നമ്മൾ റാലി നടത്തി ഹൈദരാ ഹോട്ടലിനോടൊന്ന് മൈതാനത്ത്. ആ റാലി നടത്തിയപ്പോൾ ആളുകൾ വളരെ കുറവ്. എന്നാൽ പിന്നെ കുറച്ച് ആളുകളൊക്കെ തിരുനക്കര മൈതാനത്ത് നിന്നും മീറ്റിംഗ് ഹൈഡാ ഹോട്ടലിൻ്റെ ഒരു ഹോളിലേക്ക് മാറ്റാമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ മൈക്ക് കിട്ടുന്നതിനോട് ഞാൻ പറഞ്ഞു, നീ മൈക്കെല്ലാം അഴിച്ചു ഹൈഡയിലേക്ക് കൊണ്ടുപോകണം. അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ മൈക്ക് സെറ്റെല്ലാം കൂടെ താഴെ പൊട്ട് ചെയ്തത്. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതൊരു സാധാരണക്കാരൻ്റെ പ്രതികരണം. കോട്ടയം മൈതാനത്ത് നടക്കേണ്ടത് മീറ്റിംഗ് വലിയ ആൾക്കൂട്ടത്തിന് സാധ്യമല്ലാത്തൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അത് പ്രയാസം തോന്നും. അതുകൊണ്ട് തിരുനക്കര തന്നെ സമ്മേളനം നടത്തുക തീരുമാനിച്ചു. ഉള്ള എത്ര ആളുകളും ഉണ്ടാകട്ടെ. ഇപ്പം കരുണാകരൻ ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഒരു ഡിവൈസ് എൻ്റെ അടുത്ത് നിന്ന് കാരണം ഇന്നടത്തെത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു വൈകുന്നേര സമയമാണ്. മുഖ്യമന്ത്രി വരുന്നുള്ളത് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈതാനത്തേക്ക് എന്നെ വന്നു. മൈതാനം നിറഞ്ഞ് നിൽക്കുക. കരുണാകരൻ വന്നപ്പോൾ തിരുനക്കര മൈതാനം നിറഞ്ഞു കവിഞ്ഞ ആള്. അപ്പോൾ ഇത്രയും പേരാണോ അപ്പന്മാരുടെ സഭയിലുള്ളത്? അങ്ങനെ അന്ന് PT എബ്രഹാമിൻ്റെ പേരോട് ഞാൻ പറയൊരു സ്വാഗതം പറഞ്ഞു. ഈ ആൾക്കൂട്ടെല്ലാം കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ബുക്ക് ചെയ്യുന്നു. ഞാൻ തന്നെ സ്വാഗതം പറഞ്ഞു. അപ്പോൾ കരുണാകരനോട് നിങ്ങളുടെ ആവശ്യം എന്താ? ഞാൻ പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷൻ നല്ലതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ
കരുണാകരൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. പരിവർത്തിത ക്രൈസ്തവർക്ക് വേണ്ടി ഒരു വികസന കോർപ്പറേഷൻ രൂപവൽക്കരിക്കുന്ന ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മലയാള മനോരമ ഫ്രണ്ട് പേജിൽ മനോരമ ഹെഡിങ് കഴിഞ്ഞിട്ട് താഴെയുള്ള വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് പരിവർത്തിത ക്രൈസ്തവർക്ക് വേണ്ടി വികസന കോർപ്പറേഷൻ രൂപവൽക്കരിക്കുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കോർപ്പറേഷൻ രൂപീകൃതമായത്. ഇടയ്ക്ക് നമ്മുടെ ഒരു സഹോദരിക്ക് കോർപ്പറേഷൻ 7 ലക്ഷം രൂപ അനുവദിച്ചു വീട് വയ്ക്കാൻ. ചെറിയ കാര്യമാണ്. അത് 20 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടോ തിരിച്ചെടുക്കാൻ മതി. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭ സ്വതന്ത്രമായിട്ട് നിലപാടെടുത്തതുകൊണ്ടും നമ്മുടെ സഭ മുൻപിൽ നിന്നും പോരാടിയതുകൊണ്ടുമാണ് അത് സാധിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് നമ്മളോട് വലിയ പൊടിച്ചതിയാണ് ചെയ്തിരിക്കുന്നത്. പരിവർത്തിത ക്രൈസ്തവർക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഈ പിണറായി സർക്കാർ എടുത്ത് ദൂരങ്ങളാണ്. സ്റ്റൈപ്പൻഡുകൾ SLC കഴിഞ്ഞ് പഠിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം. ഇതിൻ്റെ വിപത്ത് നമ്മൾ മനസ്സിലാകുന്നില്ല. പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എത്ര പേർക്ക് മക്കളെ സ്കൂളിലും കോളേജിലും വിട്ട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ സാധിക്കും? പൊതുവെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്ര പശ്ചാത്തലം മനസ്സിലായി. കൈപ്പറ്റ ഹാവയിൽ ആദ്യം ഒരു ചാപ്പലുണ്ട്. അത് നായന്മാരും ക്രൈസ്തവരും സവർണ ക്രൈസ്തവരും കൂടി അത് പൊളിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനിയും ഞാനൊരു ചാപ്പൽ വയ്ക്കും, അതേ തൊട്ടാൽ നിങ്ങൾ കൈവിട്ടുന്നു. തൻ്റെ അടുത്തോടുകൂടി കൈപ്പറ്റ ഹാബയിൽ രണ്ടാമത് ചാപ്പൽ പണിതു. പിന്നെ ഒരിക്കലും ധൈര്യം വന്നില്ല അത് പൊളിക്കാൻ. അവിടെ ഇപ്പോഴത്തെ CSI പള്ളി സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അവരും നമ്മൾ വിശുദ്ധനാക്കി കഴിഞ്ഞപ്പോൾ അവർ മഹാത്മാ കൈപ്പറ്റ ഹാബയിൽ എന്ന് പേരിട്ടു. അവർക്ക് വിശുദ്ധനാക്കാനുള്ള ധൈര്യമില്ല. അത് പിന്നെ അവിടെ നിന്ന് റോമിന്നോ വല്ലതും പറഞ്ഞു. നമ്മൾ റോമിൻ്റെ അധികാരം നമ്മളിങ്ങോട്ടെടുത്തു. നമ്മളിൽ നിന്ന് ആദ്യം ക്രൈസ്തവനായി തീർന്ന ഒരാൾക്ക് വിശുദ്ധ പദവി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ? 2003 തിരുവല്ലയിൽ വെച്ച് MC റോഡ് സൈഡിൽ സ്റ്റേജ് ഉണ്ടാക്കി അവിടെ നിന്ന് ഞാനാണ് പ്രഖ്യാപിച്ചത്. കൈപ്പറ്റ ഹാബിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് വേറെ ഒരു പ്രഖ്യാപനം മാത്രമല്ല. വ്യത്യാസത്തെ മനോരമയിൽ വന്നത് കൈപ്പറ്റ ഹാബിൽ വിശുദ്ധന്മാരുടെ പദവിയിലേക്ക് നമ്മൾ വലിയ വെണ്ടയ്ക്ക ഹെഡിങ്ങിലാണ് വന്നത്. കൈപ്പറ്റ ഹാബിൽ വിശുദ്ധന്മാരുടെ പദവിയിലേക്ക് മാത്രമല്ല, അത് ചരിത്രത്തിൻ്റെ ഭാഗമായി. മനോരമ ബുക്കിൽ സെപ്റ്റംബർ 6 കൈപ്പറ്റ ഹാബിൽ ദിനം എന്ന് ചേർത്തിരിക്കുക. ഈ പ്രാവശ്യത്തെ പുതിയ മനോരമ കലണ്ടറിൽ നമ്മുടെ കൺവെൻഷൻ്റെ തീയതി കൊടുത്തിട്ടുണ്ട്. 2025 കൺവെൻഷൻ്റെ തീയതി കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ വിളിച്ച് ചോദിച്ചു മേടിച്ചാണ് സംഭവം. അപ്പോൾ അതെല്ലാം നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്. എന്നാൽ ഇന്നലെ കൈപ്പറ്റ ഹാബിൽ ദിനത്തിൻ്റെ വാർത്ത മനോരമനും കൊടുത്തു, ദേശാഭിമാനിനും കൊടുത്തു. 2 പത്രം ഇട്ടില്ല. അതിന് 2 ദിവസം മുമ്പ് നമ്മുടെ കോയമ്പത്തൂര് ബിഷപ്പിൻ്റെ ഇടയ്ക്കിൽ നടന്ന ആ സ്ഥാനാഭിഷേകത്തിൻ്റെ വാർത്ത 2 പത്രം മലയാള മനോരമയിലും ഉണ്ടായിരുന്നു, ദേശാഭിമാനിയിലും ഉണ്ടായിരുന്നു. പക്ഷേ കൈപ്പറ്റ ഹാബിലിൻ്റെ വാർത്ത അവർ ബഹിഷ്കരിച്ചു. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ നടന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കൊടുക്കണം. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് കേരള മക്കളോടെ അറിയിക്കും. ചിലപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഭീഷണിപ്പെടുത്തി മനോരമ നമ്മുടെ അച്ഛന്മാരെല്ലാം കൂടെ ചെന്ന് നിങ്ങൾ ഞങ്ങളുടെ വാർത്ത ഇടുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. മനോരമയുടെ അവിടെ വാദത്തിൽ 2 പേര് അച്ഛന്മാരെല്ലാം കൂടെ കൂടി നിൽക്കുന്നുണ്ട്. ഒട്ടത്തെ പത്രക്കാരെല്ലാം കൂടെ വന്നു. അപ്പോൾ അവർക്ക് അങ്കലാപ്പായി. മനോരമ ഒരു എഡിറ്റർ വന്ന് പറഞ്ഞു, ദയവായിട്ട് നിങ്ങൾ ഇവിടെ വിട്ട് പോകണം, നിങ്ങളുടെ വാർത്തയൊക്കെ ഇട്ടോളാം. അങ്ങനെ നമ്മുടെ ആ കൂട്ടായ ശക്തി പ്രകടനത്തിന് ഫലമുണ്ടായി. അപ്പോൾ മനോരമ ബഹിഷ്കരിക്കണമെന്ന് പറയാൻ അറിയുകയാണെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നാലും നമ്മൾ സന്നദ്ധരാകണം, നമ്മുടെ വാർത്ത കൊടുക്കുന്നില്ലെങ്കിൽ. അങ്ങനെയൊക്കെയുള്ള ചില പ്രതിരോധ നടപടികൾ നമ്മുടെ സമൂഹത്തെ പ്രതി ചെയ്യണം. ഇവിടെ ഇന്ന് കോയമ്പത്തൂർ ആർച്ച് ബിഷപ്പ് വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കൈപ്പറ്റയിലെ മുൻ പരിപാടികളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നവർ കാലം ചെയ്ത മദ്രാസിലെ ബിഷപ്പ് രാജ് കിഷോർ തിരുമേനി വന്നിട്ടുണ്ട്. മദ്രാസിൽ നിന്നും
ജോസഫ് മോഹൻ കുമാർ എന്ന് പറഞ്ഞ ബിഷപ്പ് വന്നിട്ടുണ്ട്. മധുരയിൽ നിന്നും സാമുവൽ മാണിക്യം തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ബിഷപ്പുമാരൊക്കെ ഈ കൈപ്പറ്റയിൽ വന്നിട്ടുണ്ട്. തിരുമേനി നേരത്തെ നമ്പറിൽ വന്നത് സ്റ്റെഫാനോസിൻ്റെ അത് മറ്റൊരു വില്ലേജിലായിരുന്നു ഞങ്ങളുടെ പ്ലേസ്. അപ്പം അങ്ങനെ ഇപ്പോൾ കൈപ്പറ്റ കാവേൽ കേരളത്തിൻ്റെ വെളിയിൽ ജർമ്മനിയിൽ നിന്നുള്ള ഒരു സ്ത്രീ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എഴുതി, ഈ കൈപ്പറ്റ കാവേലിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന ദൈവം കേട്ടു. അവരെന്താ പ്രാർത്ഥിച്ചെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അവരൊക്കെ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ കൈപ്പറ്റ കാവേലിനോട് പ്രാർത്ഥിച്ച ഒരാൾക്ക് അനുഗ്രഹം കിട്ടിയെന്നാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം എൻ്റെ ഡയറി തപ്പിയാൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളറിയാത്ത ആൾക്കാരും വിശുദ്ധനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. നമ്മുടെ സമ്പ്രദായം അനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് നമ്മൾ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നില്ല, വിശുദ്ധന്മാരെ ആദരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സങ്കീർത്തനത്തിൻ്റെ വേദഭാഗമുണ്ട്, എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ, അല്ലേ? ഭൂമിയിലെ വിശുദ്ധന്മാരോ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധന്മാരോ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അപ്പം അങ്ങനെ ഒരു ശ്രേഷ്ഠനാണ് ഹാബേൽ തിരുമേനി. ഓരോ വർഷവും നമ്മളിവിടെ വന്ന് നമുക്കൊരു അനുഗ്രഹം കിട്ടുകയാണ്. ആ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. കാരണം ദൈവിക പുരുഷന്മാരെ ആദരിക്കുന്നവർ അവർക്കൊരു പ്രത്യേക അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങളെ നടത്തിയവരെ ഓർക്കും. അവരുടെ വിശ്വാസം അനുകരിച്ച് അവരുടെ ജീവാസം നടത്തവരുടെ വിശ്വാസം അനുകരിക്കുക. എബ്രാഹിം ലേഖനല്ലേ? എബ്രാഹിം ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയൊരു ആത്മീയ സമ്പത്താണ് കൈപ്പറ്റ ഹാബേൽ തിരുമേനിയുടെ ആ ഓർമ്മ എന്ന് പറയുന്നത്. എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടെങ്കിൽ 2-3 മിനിറ്റ് വീതമെടുത്ത് 2 വാക്ക് പറയാനുള്ള അവസരമുണ്ട്. നമുക്ക് മാറ്റിയിരിക്കുകയാണ്. തിരുമേനി, അഭിനന്ദരായിരിക്കുന്ന തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇരിക്കുന്ന സഹപ്രവർത്തകർ, സഭാവിശ്വാസികൾ, നമുക്ക് മാർഗദർശനം നൽകിയ വിശുദ്ധനായിരിക്കുന്ന കൈപ്പറ്റൽ ഹാബേൽ പിതാവിൻ്റെ 170ാമത് ഈ ജ്ഞാന സ്നാന ദിനത്തിൽ ഇവിടെ സംബന്ധിക്കാൻ മാത്രം കഴിയാതെ ഉള്ള കാര്യങ്ങൾ അഭിയോഗ തിരുമേനിമാരെല്ലാം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിലുപരിയായി എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ദിനത്തിൽ ഇവിടെ വരാൻ സാധിച്ചല്ലോ ഉള്ള നന്ദി മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം നമുക്ക് കാണിച്ചതിലുള്ള നല്ല മാർഗങ്ങൾ അനുകരിക്കാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. 1 പത്രോസിലെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും. ആ ഒരു പദവിയിലേക്ക് നമുക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ നമുക്ക് മുമ്പായി കടന്നുപോയിരിക്കുന്നത്, നമുക്ക് മാർഗദർശനം നൽകിയത് തീർച്ചയായിട്ടും ഹാബേൽ പിതാവാണ്. അദ്ദേഹം ആ വിശ്വാസത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും ആ കഷ്ടപ്പാടുകളും നാം ഓരോരുത്തരും നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യത്തിനു വേണ്ടി സഹിക്കുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത കരികർപ്പത്തിലേക്കും തിരിഞ്ഞു നോക്കാനാണ്. അപ്പൊ നമ്മളാരും ഇങ്ങനെ ആയവരല്ല. നമ്മളെ ഹാബേൽ പിതാവ് മൂലം നാം എല്ലാവരും ഈ സുന്ദരനും സുന്ദരിമാരും അച്ഛനും തിരുമേനിയും മാധ്യമക്ഷമൊക്കെയും അതിൻ്റെ ആയതാണ്. അതിൻ്റെ മൂല കാരണം തീർച്ചയായും ഹാബേൽ പിതാവാണ്. തീർച്ചയായും അന്ത്യത്തോളം ആ ഓർമ്മയും ശക്തിയും ആത്മധൈര്യവും നമ്മുടെ സമൂഹത്തെ നയിക്കുവാനും നമ്മുടെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ അന്ത്യത്തോളം അടിപതരാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ആത്മീയമായിരിക്കുന്ന ശക്തിയും ദൈവം തന്നെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസരം നൽകിയ അഭിനയ തിരുമേനിയോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട്. താങ്ക് യു. തിരുമനസ്, നമ്മുടെ സെഫാനോസ് തിരുമേനി, നമ്മുടെ വൈകാട് തിരുമേനി, തോമസ് മാവുകൾ തിരുമേനി, നമ്മുടെ ബാബു തിരുമേനി, നമ്മുടെ ജോർജാറ്റികൾ തിരുമേനി, മറ്റ് വൈദികരെ, സഭാപ്രവർത്തകരെ എല്ലാവർക്കും സ്നേഹവന്ദനം അർപ്പിക്കുന്നു. നമ്മുടെ ഹാബേൽ പിതാവിനെ നമ്മുടെ ആംഗ്ലിക്കൻ സഭയുടെ 8ാമത്തെ എപ്പിസ്കോപ്പിയായിരിക്കുന്ന ഡോക്ടർ സ്റ്റീഫൻ പട്ടപ്പാറ തിരുമനസ് 2003 തിരുവല്ലയിൽ വെച്ച് നമ്മുടെ കൈപ്പറ്റ ഹാബേൽ പിതാവിനെ 100 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മരിച്ച് മൺമറഞ്ഞു പോയി. 3 വർഷം കഴിഞ്ഞതിന് ശേഷം
അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് ഒരു 5 മണി സമയത്ത് തിരുവല്ല AT സ്ഥാപലിന്റെ ഫ്രണ്ടിൽ പ്രത്യേകം അലങ്കരിച്ച പന്തലിൽ വെച്ചായിരുന്നു അന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ആ 2023 ശേഷം എല്ലാ വർഷവും ഹൈറേഞ്ചിൽ നിന്ന് ഒരു തീർത്ഥയാത്രയായിട്ട് 2004 മുതൽ ഈ വർഷം വരെ ഏതാണ്ട് 21 വർഷം ഞാൻ അതിന് പ്രാധാന്യം കൊടുത്ത് വാഹന റാലിയായിട്ട് എത്തിച്ചേർന്നു. പിന്നെ ആബേൽ പിതാവിന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്, ഞാൻ ഹൈറേഞ്ചിൽ 3 പുതിയ പള്ളികൾ വിഷി പ്രവർത്തനം ചെയ്ത് ചെറിയ ചെറിയ പള്ളികൾ 15 ഇടവക, 10 ഇടവക, 12 കുടുംബക്കാര്, അങ്ങനെ 3 ചർച്ച് പണിതയില്. ആ 3 ചർച്ചിലും ഞാൻ പേരിട്ടിരിക്കുന്നത് സെയിന്റ് ആബേൽ എന്നാണ്. അതില് മൂന്നാർ പള്ളിയുടെ അടുത്ത് തന്നെ നമ്മുടെ റെയിൻകാട് ചന്ദ്രശേഖർ തിരുമേനിയുടെ ഒരു പള്ളി എൻ്റെ പള്ളിയുടെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെയുള്ള വിശ്വാസികൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് വരാറുണ്ട്. റോബർട്ട് സാറും റോബർട്ട് സാറിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും. പിന്നീട് ഞാൻ പുതിയ ദേവാലയം പറഞ്ഞെടുത്ത് മറ്റു സ്ഥലം 3 കുരിശടി ആബേൽ പിതാവിന്റെ നാമത്തിൽ അത് പ്രതിഷ്ഠിച്ചു. അത് നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനി വന്നാണ് അതിനെ നാമകരണം ചെയ്തത്. ആബേൽ പിതാവിന്റെ നാമത്തിൽ ആ പേര് നിലനിർത്തുവാൻ ഇത്തരം കാര്യങ്ങൾ ഇതിൽ കൂടെ സാധിച്ചു എന്ന് ഞാൻ അഭിമാനത്തോട് പറയുന്നു. എനിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവനാമത്തിന് മുഖത്ത് ഉണ്ടാകട്ടെ. അഭിയന്യ മെത്രാപ്പോലീത്ത തിരുമേനി, തിരുമേനിമാരെ, സീനിയർ ജൂനിയർ വൈദികരെ, കടന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നിവിടെ നമ്മൾ സെപ്റ്റംബർ 6-ാം തീയതി കൈപ്പറ്റ ഹാബേൽ ദിനമായി നമ്മൾ 170ാമത്തെ വർഷം നമ്മൾ ആചരിച്ചു വരികയാണ്. അപ്പോൾ എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന പോലെ യൂത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വാഹന റാലി നമ്മൾ കുറിച്ചിയിൽ നിന്ന് ഇപ്പോൾ ഈ വർഷം നമ്മൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളെ നടത്തിയവരെ ഓർപ്പിൻ എന്ന് പറയുന്നത് തന്നെ വിശുദ്ധനായ കൈപ്പറ്റ ഹാബേൽ തിരുമേനി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക. ഏതൊരു പരിവർത്തനവും അതിൻ്റെ കാതലായ വിഷയം മാറ്റമാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു മാറ്റം. അവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് കൂടെയുണ്ടോ എന്നത് ആ ഒരു പരിവർത്തനത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അടുത്ത വർഷവും യൂത്തിൻ്റെ നേതൃത്വത്തിലുള്ള യാത്രയിൽ കൂടുതൽ യുവാക്കളെ പങ്കെടുപ്പിക്കുവാനും അതുപോലെ തന്നെ ഇവിടെ പങ്കുചേരുവാനും ഓരോ വ്യക്തികൾക്കും സഭയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. എനിക്ക് അവസരം തന്ന AYFന്റെ യൂത്ത് കമ്മിറ്റിക്കും അതോടൊപ്പം തിരുമേനിക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. എനിക്ക് മാറട്ടെ. മെത്രാപ്പോലീത്ത വേദിയിലെ തിരുമേനിമാരെ, വൈദികരെ, സഹോദരി സഹോദരങ്ങൾ, ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് തിരുമേനിയുടെ ഫോൺ നമ്പർ തേടി പിടിച്ച് ഞാൻ വിളിച്ചു. ഞാൻ തിരുമേനിയെ കണ്ടിട്ടില്ല, എനിക്കൊന്ന് കാണണം, കൊതിയുണ്ട്. നാളെ 11 മണിക്ക് കുറിച്ചി വരും, ഞാൻ അവിടെ ഉണ്ട്. അങ്ങനെ വന്നു, എൻ്റെ പിതാവിനെ കണ്ടു. അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നിലുണ്ടായ ഒരു മാറ്റം, എൻ്റെ പ്രവർത്തന ശൈലിയിലുണ്ടായ മാറ്റം. ചില കാര്യങ്ങൾ വായിക്കുകയും ചിലത് ചിന്തിക്കുകയും, ചിന്തിക്കുന്ന ഒരുവന് മാത്രമേ, വായിക്കുന്ന ഒരുവന് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ, ചിന്തിക്കുന്ന ഒരുവന് ജീവിക്കാൻ കഴിയൂ. അപ്പോൾ ആ 10 വർഷത്തിനുണ്ടായ ഒരു മാറ്റം ഇന്ന് ആദ്യമായി ആബേൽ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളോടൊത്ത്
അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്ന് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടമായി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ കുറിച്ചിയിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായി സംവരണം വാങ്ങിക്കൊടുത്ത BD ജോൺ സാറിൻ്റെയും N സ്റ്റീഫൻ അച്ഛൻ്റെയും നാമം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കുന്നതിൻ്റെ ആലോചനയിലും അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. പുതുവഴിയിൽ നിന്നും 18 കിലോമീറ്റർ അകലെയുള്ള വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പന്നിമറ്റത്ത് PCCF 6 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് BD ജോൺ സാറിൻ്റെയും N സ്റ്റീഫൻ അച്ഛൻ്റെയും നാമോദയത്തിൽ ഒരു സ്മാരകം പണിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുടെയൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടായെങ്കിൽ ഈ സൊസൈറ്റിയുടെ പേരിൽ ഈ വരുന്ന 2025 നടക്കുന്ന SSLC പരീക്ഷയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ഉന്നതമായ വിജയം കൈവരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആബേൽ പിതാവിന്റെ നാമത്തിൽ ഒരു ക്യാഷ് അവാർഡ് ഈ സൊസൈറ്റി നൽകും. അതിനുള്ള പ്രവർത്തനം ഉണ്ടാകും എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ബൈബിൾ വായിക്കാനും പഠിക്കുവാനും ഞായർ 7 ദിവസത്തിലെ ഞായർ തിരിച്ചറിയുവാനും അത് പള്ളിയിൽ പോകേണ്ട ദിവസമാണ്, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്ന് വരെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ആബേൽ പിതാവിന്റെ നാമധേയത്തിൽ പുതിയതായി രൂപമെടുത്തിരിക്കുന്ന BCCS ബാക്ക്വേർഡ് ക്ലാസ് ക്രിസ്ത്യൻ സൊസൈറ്റി അടുത്ത വർഷം ഒരു അവാർഡ് നൽകും. ക്യാഷ് അവാർഡ് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മുടെ പിതാവിൽ നിന്നും ആ അവാർഡ് തുക വാങ്ങാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ടും എനിക്ക് ഈ അവസരം നൽകിയ എല്ലാ പിതാക്കന്മാരോടും എല്ലാ വൈദികരോടും എൻ്റെ പ്രവർത്തനത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ ദേവാലയത്തിൽ വെച്ച് അനുഗ്രഹിക്കട്ടെ. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്നും ഈ അവസരം നൽകിയ എല്ലാവരും ഈ അവസരം നൽകിയ എൻ്റെ പിതാവിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ചെയ്യുന്നു നിന്റെ കൃപയത്രവിചിത്രമാകോ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ വാനദൂതഗണങ്ങൾ സ്നേഹത്തിലുണ്ടാകട്ടെ. പിതാവും പുത്രനും ദൈവത്തിന്റെ അനുഗ്രഹവും വാഴുന്നുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടിരിക്കുവാനാകട്ടെ. കർത്താവ് നിങ്ങളോടിരിക്കട്ടെ. പോകാം.